റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തർക്കം രൂക്ഷമാണ്. അതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവയും നിലവിൽ വന്നു കഴിഞ്ഞു. അധിക തീരുവ കൂടി വന്നതോടെ ഇന്ത്യൻ ഇറക്കുമതിക്ക് അമേരിക്കയിൽ 50% വിലയാകും അധികരിക്കുക. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ആവശ്യക്കാർ കുറയുമെന്ന് ചുരുക്കം. അമേരിക്ക എന്ന വമ്പൻ ശക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ വഴങ്ങില്ല എന്നാണ് മോദി ഭരണകൂടം പറയുന്നത്. വിലക്കുറവിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതാണ് നിലപാട്. എന്നാൽ ഈ വില കുറഞ്ഞ എണ്ണയുടെ എന്തെങ്കിലും ഗുണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ? അതേസമയം അധിക തീരുവ സാധാരണക്കാരനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുന്നു. അംബാനിക്ക് പണക്കാരനാകാൻ സാധാരണക്കാരൻ പട്ടിണി കിടക്കണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റിലയൻസ് ഉടമസ്ഥതയിലുള്ള ജാംനഗറിലെ ഓയിൽ റിഫൈനറിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി ഏറ്റവും അധികം നടക്കുന്നത് ഇവിടേക്കാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 19 അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ CNBCക്ക് നൽകിയ പ്രതികരണത്തിൽ ഇന്ത്യയിലെ ചില സമ്പന്ന കുടുംബങ്ങളെയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞിരുന്നു. ബ്ലൂംബർഗിന്റെയും സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ അഥവാ CREAയുടെയും റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ആ വാദത്തിൽ ചില കാര്യമുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ 37% എത്തുന്നത് ഇന്ത്യയിലേക്കാണ്. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് എന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെയാണ് ഈ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചത്. 2022 ആരംഭിച്ച യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ എണ്ണയുടെ യൂറോപ്യൻ വിപണി നഷ്ടമായിരുന്നു. ഈ അവസരം മുതലെടുത്താണ് വിലക്കുറവിൽ ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. യൂറോപ്പ് നഷ്ടമായ റഷ്യയ്ക്ക് ഇന്ത്യ എന്ന വലിയ വിപണി തുറന്നു ലഭിച്ചപ്പോൾ വില കുറഞ്ഞ എണ്ണ ലഭിച്ചു എന്നതായിരുന്നു ഇന്ത്യയുടെ നേട്ടം. ജാംനഗറിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അഥവാ RILന്റെ ശുദ്ധീകരണ പ്ലാൻ 2021 ഇറക്കുമതി ചെയ്തിരുന്ന ആകെ ക്രൂഡ് ഓയിലിന്റെ 3% മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ളത്. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം 2025 അത് 50%ആയിട്ടാണ് വർദ്ധിച്ചത്. അതായത് നിലവിൽ ജാംനഗർ റിഫൈനറിൽ എത്തുന്ന ക്രൂഡ് ഓയിലിൽ പകുതിയും റഷ്യയിൽ നിന്നുള്ളതാണെന്ന് ചുരുക്കം. 2025 ആദ്യ 7 മാസങ്ങളിൽ മാത്രം ജാംനഗർ റിഫൈനറി റഷ്യയിൽ നിന്ന് 18.3 ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ഗ്യാസോലിനും ഡീസലും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ആക്കിയ ശേഷം അവ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് RIL ചെയ്യുന്നത്. RBC യുക്രൈന്റെ കണക്ക് പ്രകാരം 2024 ജനുവരി മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ ഇത്തരം കയറ്റുമതിയിലൂടെ 6,900 കോടി രൂപയാണ് റിലയൻസ് സമ്പാദിച്ചത്. ഈ വർഷം ആദ്യം റഷ്യൻ കമ്പനികളുമായി 10 വർഷത്തെ കരാറിലും റിലയൻസ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറിന്റെ ഭാഗമായി ഇതിനകം തന്നെ 141 മില്യൺ ബാരൽ എണ്ണ കമ്പനി ഇറക്കുമതി ചെയ്തതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ചുക്കാൻ പിടിക്കുന്നത് അംബാനി ഉൾപ്പെടുന്ന ഇന്ത്യൻ എണ്ണ ഭീമന്മാരാണ് എന്ന ആരോപണം പോലും വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നനവോറ അടുത്തിടെ ഉന്നയിച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് പിന്നിൽ തദ്ദേശീയമായ എണ്ണ ഉപഭോഗ താല്പര്യങ്ങളൊന്നും മോദി സർക്കാരിനില്ല എന്നത് നേരത്തെ പറഞ്ഞ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. മോദിയുടെ അടുപ്പക്കാരനായ അംബാനിക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അതിന് പിന്നിലുള്ളത്. അതങ്ങനെയല്ല, രാജ്യത്തിന്റെ പൗരന്മാരുടെ നന്മയാണ് ലക്ഷ്യമെന്ന് വാദിക്കാൻ BJPക്കോ ഭരണകൂട വക്താക്കൾക്കോ സാധിക്കുമോ? വാദിച്ചാൽ തന്നെ കണക്കുകൾ പറയും അങ്ങനെയല്ല എന്ന്. ബാരലിന്റെ വില കുറഞ്ഞു നിൽക്കുമ്പോഴും ഇന്ത്യൻ എണ്ണ വിപണിയിൽ അതിന്റെ പ്രതിഫലനമൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കഴിഞ്ഞ മാർച്ചിൽ 42 മാസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ക്രൂഡ് ഓയിലിന്റെ വില താന്നിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ചെയ്തത് ഏപ്രിലിൽ എക്സൈസ് തീരുവ 2 രൂപ കൂട്ടുകയായിരുന്നു. അങ്ങനെ എണ്ണ വിലയിൽ ഒരു തരം ഗുണവും സാധാരണക്കാരന് ലഭിക്കാതിരിക്കുമ്പോഴാണ് അംബാനി അടക്കമുള്ള കുത്തക ഭീമന്മാർ വലിയ നേട്ടം കൊയ്യുന്നത്. അധിക തീരുവ ഉൾപ്പെടെയുള്ളവയുടെ രൂപത്തിൽ അതിന്റെ തിരിച്ചടികൾ നേരിടുന്നതാകട്ടെ ഇന്ത്യയിലെ സാധാരണക്കാരും. ഇന്ത്യയുമായി നടക്കുന്ന ഉഭയകക്ഷി വ്യാപാര ചർച്ചകളിൽ അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമാണ് ട്രംപിന്റേത് എന്ന വസ്തുത ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP സർക്കാരിന്റേത് അമേരിക്കയ്ക്കെതിരായ ചെറുത്തുനിൽപ്പായൊക്കെ ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗുണം ചെയ്യുന്നത് അംബാനി ഉൾപ്പെടെയുള്ള വമ്പന്മാർക്ക് മാത്രമാണ്. എന്നാൽ അതിന്റെ പേരിൽ ചുമത്തപ്പെടുന്ന തീരുവ ഉണ്ടാക്കുന്ന ദുരിതം നേരിടുന്നതാകട്ടെ രാജ്യത്തെ സാധാരണക്കാരും. ആ നീതികേടിന് ഭരണകൂടം മറുപടി പറയുമോ? അതിനെ അമേരിക്കയ്ക്കെതിരായ ചെറുത്തുനിൽപ്പ് എന്ന പേരിൽ മറച്ചു പിടിക്കാനാകുമോ?